ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ പച്ചപ്പും ഹരിതാപയും നോക്കി അതാരാണ് ആരാധോറി. എന്നാലും അതൊക്കെ നോക്കി ഞാൻ ആ മഴത്തുള്ളിയെ നോക്കി അന്തം വിട്ട് കുന്തം വഴി നിന്നപ്പോൾ അതൊരു വർക്കിംഗ് ഡേ അല്ലായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ദിവസമോ അര ദിവസമോ ഒരു 15 മിനിറ്റോ എന്നൊക്കെ പറയാം. അങ്ങനെ ഞാൻ അതിൽ വായി നോക്കി കുറേ നേരം നിന്നപ്പോഴാണ് ആലോചിച്ചത് ആഹാരം ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞാൻ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കൂട്ടുകളെല്ലാം മിക്സഡ് ജാറിലാക്കി വെച്ചിട്ട് നിൽക്കുകയാണ്. 2 രീതിയിൽ കടലക്കറി വയ്ക്കും ഗൈസ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അത് വലിയ അത്ഭുതമൊന്നുമല്ല. അങ്ങനെ കടലക്കറിയൊക്കെ ആയി, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഒരാൾ കടലയും ഒരാൾ കടലക്കറിയും കൂട്ടി ആഹാരം കഴിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി TV നോക്കി ആഹാരം കഴിക്കുന്നുണ്ട്. ഒരാൾ കിടന്നുറങ്ങുവാണ്. നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. സ്വസ്ഥമായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി വീട്ടിൽ നിൽക്കുന്ന സമയത്തല്ലേ പറ്റുള്ളൂ കിടന്നുറങ്ങാൻ. അങ്ങനെ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർ പതുക്കെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ അരി കഴുകാൻ വേണ്ടി ഇട്ടു കേട്ടോ. കഴുകാൻ വേണ്ടി ഇട്ടു എന്നല്ല, കഴുകിക്കൊണ്ട് നിൽക്കവേ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തെങ്കിലുമൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഗൈസ്, നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ജീവിതം ഒരിക്കലും വരത്തില്ല ഗൈസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അർജൻറ്റായിട്ട് വെളിയിൽ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പുറമേ നടന്നു വന്നപ്പോൾ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഏരിയയിൽ തന്നെ പട്ടികൾ, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നായകൾ, പേടിച്ച് ഞാൻ പണ്ടാരമടങ്ങി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കി ഞാൻ നടക്കുന്നുണ്ട് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വാവ എൻ്റെ അടുത്തുണ്ട്. തീർച്ചയായും